നമസ്കാരം. നാളെ ലോകത്ത് മുഴുവൻ എമ്പുരാൻ റിലീസാവുകയാണ്. ഇന്ത്യയിൽ രാവിലെ 6 മണിക്കാണ് റിലീസ്. സിനിമയിൽ ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. അതിഗംഭീരമായ ഒരു രംഗമുണ്ട്. ഒരു പള്ളിയുടെ മുകളിൽ നിന്ന് ഒരു കുരിശൊടിഞ്ഞ് താഴോട്ട് വീഴുന്നത്. ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഇതിലെ വില്ലൻ ടൊവിനോയാണ്. പക്ഷെ ആരും അറിയാത്ത മറ്റൊരു വില്ലനുണ്ട്. അത് അമീർ ഖാനാണോ റിക് യു ആണോ എന്നുള്ള സംശയമുണ്ട്. കാരണം ഇതിനൊരു 3-ാം പാർട്ടുണ്ട്. 100-200 കോടി രൂപയുടെ മുകളിൽ ചിലവായ പടമാണ്. ഗോകുലം ഗോപാലേട്ടൻ ലാസ്റ്റ് വന്ന് കൈ കൊടുത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ തിയേറ്ററിൽ എത്തുന്നു. എന്തായാലും പരസ്യത്തിലൂടെ ഇത്രയും വിജയിച്ച വേറെ ഒരു സിനിമ ഉണ്ടായിട്ടില്ല. സിനിമ വിജയിക്കുമെന്നുള്ള യാതൊരു സംശയമില്ല. അതോടുകൂടിയിട്ട് ലാലേട്ടൻ്റെ ഞാൻ മോഹൻലാൽ ഫാനൊന്നും അല്ല കേട്ടോ, ഒരു തിരിച്ചുവരവൂടെയാണ് എമ്പുരാൻ എന്ന സിനിമ. ആഘോഷങ്ങൾ എല്ലായിടത്തും തുടങ്ങി. ഓഫീസിൽ ഏറ്റവും കൂടുതൽ അവധിയുള്ള ദിവസം നാളെ. ഏറ്റവും കൂടുതൽ കോളേജ് കുട്ടികൾ പഠിക്കാൻ പോകുന്ന ദിവസം നാളെ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള സിനിമ എമ്പുരാൻ. ഇനി വേറൊരു രഹസ്യം. ഈ സിനിമയിൽ പ്രണവുണ്ട്, മോഹൻലാലിൻ്റെ സ്വന്തം പുത്രൻ. അത് ഒരു രഹസ്യമാണ്. മോഹൻലാൽ ഇടുന്ന ഡ്രസ്സ്, മോഹൻലാലിൻ്റെ മോതിരം, ഉപയോഗിക്കുന്ന ഗണ്ണ്, ഇതിനെല്ലാം ഉണ്ട് ഒരുപാട് പ്രത്യേകതകൾ. ഒക്കെ നാളെ പൊളിക്കും. ഇതിലെല്ലാം ഇങ്ങനെ രഹസ്യങ്ങൾ നിറച്ചു വച്ചേക്കും. ഇനി വേറൊരു കാര്യം. സംഭവം മോഹൻലാൽ പടമാണെങ്കിൽ ഇതിൽ 1/4 ഭാഗത്തെ മോഹൻലാലുണ്ട്. താരം പൃഥ്വിരാജാണ്. അത് നാളെ സിനിമ കാണാൻ മനസ്സിലാവും. പൃഥ്വിരാജിൻ്റെ ഒരു ഗംഭീര വരവ് ഈ പടത്തോട് കൂടിയിട്ടുണ്ടല്ലോ. ഇന്ത്യൻ സിനിമയിൽ തന്നെ അല്ല, വേൾഡ് സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംവിധായകൻ കൂടി ആയിട്ട് മാറുകയാണ് പൃഥ്വിരാജ്. അതിൽ ഒരു സംശയവുമില്ല. മുരളി ഗോപിയുടെ ഗംഭീരമായ സ്ക്രിപ്റ്റ്, ദീപക് ദേവിൻ്റെ സംവിധാനം, നമ്മുടെ അഭിമാനമായിട്ടുള്ള ഉഷാ ഉതുപ്പ് വരെ ഇതിൽ പാടിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടും വിഷ്വൽസും ഈ ഇന്ത്യൻ സിനിമ രംഗത്തെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരും രഹസ്യങ്ങളും ഒക്കെ ആയിട്ട് എമ്പുരാൻ ഒരു വലിയ ആഘോഷമായിട്ട് മാറുന്നു. എന്തായാലും ഇങ്ങനെ ഒരു ചിത്രം തിയേറ്ററിൽ വിജയിക്കട്ടെ. എല്ലാവിധമായ ആശംസകളും ഭാവുകങ്ങളും. എമ്പുരാൻ.